Dear friends, welcome to Electron College. So, നമ്മുടെ പ്രീവിയസ് സെഷൻ നമ്മൾ ഹാമിംഗ് കോഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. 7-bit ഹാമിംഗ് കോഡ്, 12-bit ആസ് വെൽ ആസ് 15-bit ഹാമിംഗ് കോഡ്സിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ 7-bit ഹാമിംഗ് കോഡ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ സോൾവ് ചെയ്തു. എറർ ഡിറ്റക്ഷൻ മാത്രമല്ല എറർ കറക്ഷനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. 15-bit ഹാമിംഗ് കോഡ് അതിൻ്റെ ബിറ്റ് പൊസിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇൻ ദ പ്രീവിയസ് സെഷൻ. സോ ഇതാണ് അതിൻ്റെ ഒരു ബിറ്റ് പൊസിഷൻ. ഇപ്പോൾ 15-bit ഹാമിംഗ് കോഡ് നമ്മൾ നോർമലി ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ സൈസ് 11 ബിറ്റ്സ് ആകുമ്പോഴാണ്. സോ ഡേറ്റ സൈസ് 11 ബിറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 4 ബിറ്റ്സ് പാരിറ്റി ആഡ് ചെയ്യുന്നു, അല്ലേ? 4 ബിറ്റ്സ് പാരിറ്റി ആഡ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബിക്കം എ 15-bit ഹാമിംഗ് കോഡ്. അപ്പോൾ അതിൻ്റെ ബിറ്റ് പൊസിഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് P1, P2, first position is parity, second position parity, third position data bit, D3, fourth position വീണ്ടും parity ആണ് P4. ഇപ്പോൾ D5, D6, D7 and ഈ പൊസിഷൻ വീണ്ടും parity ആണ്. സോ 4 parity bits and D9, D10, D11, D12, D13, 14, 15. ആൻഡ് ഓരോ പാരിറ്റി ബിറ്റിൻ്റെയും ഡിപ്പെൻഡൻസീസ്, P1 ഏതൊക്കെ ബിറ്റ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു, P2 ഏതൊക്കെ ബിറ്റ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Find the 15-bit ഹാമിംഗ് കോഡ് ഫോർ ദ ഡേറ്റ 01101110101 ആൻഡ് യൂസ് ഈവൻ പാരിറ്റി. അപ്പോൾ സൊല്യൂഷൻ ആദ്യം നമുക്ക് ബിറ്റ് പാറ്റേൺ എഴുതാം. നമ്മുടെ 15-bit ഹാമിംഗ് കോഡിൻ്റെ ബിറ്റ് പാറ്റേൺ. സോ P1, P2, D3, P4 അല്ലേ? P1, P2, D3 is the data bit, P4 is parity, വീണ്ടും D5, D6, D7, D8, D9, ഇത് P8 ആണ്, അല്ലേ? 8th പൊസിഷൻ പാരിറ്റി ആണ്. അപ്പോൾ P8, D9, D10, D11, D12, D13, D14 ആൻഡ് D15. ഈ പാരിറ്റി ബിറ്റ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇൻ ദ പ്രീവിയസ് വീഡിയോ. അപ്പോൾ ഇതാണ് 15-bit ഹാമിംഗ് കോഡിൻ്റെ ബിറ്റ് പൊസിഷൻ. സോ ആദ്യം നമുക്ക് ഈ ഡേറ്റ യൂസ് ചെയ്യാം. നമുക്ക് ഡേറ്റ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. 0110. അപ്പോൾ ഇതാണല്ലോ ഫസ്റ്റ് ഡേറ്റ ബിറ്റ് D3. സോ 0110, ദെൻ 1110101. സോ ഡേറ്റ ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി റിമൈനിങ് യു ഹാവ് ടു ഫൈൻഡ് ദ പാരിറ്റി ബിറ്റ്സ് P1, P2, P4, P8. ഈ 4 ബിറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യണം. ആ 4 ബിറ്റ്സും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാമിംഗ് കോഡ് റെഡിയാണ്. അപ്പോൾ ആദ്യം P1 നോക്കാം. അപ്പോൾ P1 നമുക്കറിയാമല്ലോ ഏതൊക്കെ ബിറ്റ്സുമായിട്ടാണ് ഡിപ്പെൻഡൻസീസ് എന്ന്. സോ D3, D5, D7, D9, D11, D13 ആൻഡ് D15. സോ ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? D3 ഈസ് 0, D5 ഈസ് 1, D7 ഈസ് അഗെയിൻ 0, D9 ഈസ് 1, D11 ഈസ് 1, D13 is 1 and D15 is also 1. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് എത്രയാണ്? 1, 2, 3, 4, 5. നമ്പർ ഓഫ് വൺസ് 5 ആണ്. സോ നമുക്ക് വേണ്ടത് ഈവൻ പാരിറ്റിയാണ്, അല്ലേ? നമുക്ക് വേണ്ടത് ഈവൻ പാരിറ്റിയാണ്. ഈവൻ പാരിറ്റി വേണമെങ്കിൽ നമുക്ക് ഒരു 1 കൂടെ വേണം. യു നീഡ് 1 more 1. അപ്പോൾ P1ൻ്റെ വാല്യൂ, സോ യു ക്യാൻ സെറ്റ് P1 ആസ് 1. സോ P1 കൂടെ 1 ആകുമ്പോഴേക്കും ദിസ് കോമ്പിനേഷൻ വിൽ ഗീവ് യു ഈവൻ പാരിറ്റി. അപ്പോൾ P1ൻ്റെ വാല്യൂ 1 ആണ്. ഇപ്പോൾ സിമിലർലി P2, P3, P4ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ P2ൻ്റെ കോമ്പിനേഷൻ എഴുതുക. D3, D5, D7, D10, D11, D14, D15. അപ്പോൾ D3 എന്താണ്? 0, 1, 0, അല്ലേ? D3 ഈസ് 0, D5 ഈസ് 1, D7 ഈസ് 0, പിന്നെ D10 അത് 1 ആണ്, D11 ഈസ് ഓൾസോ 1, D14, D15 ദാറ്റ് ഈസ് 0, 1. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് 1, 2, 3, 4. നമ്പർ ഓഫ് വൺസ് ഈസ് 4. അതായത് ആൾറെഡി ഈവൻ ആണ്. അപ്പോൾ എക്സ്ട്രാ ഇനി ബിറ്റൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. P2 നമുക്ക് 0 ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. സോ P2 ക്യാൻ ബി 0. അപ്പോൾ ആ 0 ഇവിടെ യൂസ് ചെയ്യാം. P2 ക്യാൻ ബി 0. നൗ P4 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ P4ൻ്റെ ബിറ്റ് പൊസിഷൻ അറിയാമല്ലോ. D5, D6, D7, D12, D13, D14 and D15.
So D5, D6, D7 is 1, 1, 0. അല്ലേ? D5, D6, D7. It is 1, 1, 0. D12 is 0. D13 is 1. D14 is 0. D15 is 1. അപ്പോൾ ഇവിടെയും നമ്പർ ഓഫ് വൺസ് എടുക്കുക. നമ്പർ ഓഫ് വൺസ് 1, 2, 3, 4. നമ്പർ ഓഫ് വൺസ് ഈസ് 4. സോ അഗെയിൻ ഇറ്റ് ഈസ് ഈവൻ. അപ്പോൾ ഇനി യു ക്യാൻ സെറ്റ് ദ വാല്യൂ ഓഫ് P4 ആസ് 0. ആൾറെഡി ഈവൻ പാരിറ്റി ആണ്. അപ്പോൾ ഇനി വണ്ണിൻ്റെ ആവശ്യമില്ല നമുക്ക്. ആൾറെഡി യു ഹാവ് ഈവൻ പാരിറ്റി. സോ യു ക്യാൻ ഹാവ് P4 ആസ് 0. അപ്പോൾ P4ൻ്റെ വാല്യൂവും 0 യൂസ് ചെയ്യാം. സോ ഇനി നമുക്ക് വേണ്ടത് P8 ആണ്. സോ വീണ്ടും P8ൻ്റെ കോമ്പിനേഷൻ എഴുതുക. P8 എന്താണ്? D9, D10, D11, D12, D13, D14, D15. So values നോക്കാം. D9 is 1, D10 is 1, D11 is also 1, D12 is 0, D13, 14, 15 is 1, 0, 1. അപ്പോൾ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് 1, number of ones 1, 2, 3, 4, 5. നമ്പർ ഓഫ് വൺസ് ഈസ് 5. അപ്പോൾ അത് ഓഡാണ് അല്ലേ? നമ്പർ ഓഫ് 5 ഓഡാണ്. നമുക്ക് വേണ്ടത് ഈവൻ പാരിറ്റി ആണ്. അപ്പോൾ P8ൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. സോ P8 വിൽ ബി ഈക്വൽ ടു 1. സോ യുവർ ഹാമിംഗ് കോഡ്, യുവർ ഫൈനൽ ഹാമിംഗ് കോഡ് ഈസ് 1, 0, 0, 0, 1, 1, 0, 1, 1, 1, 1, 0, 1, 0, 1. ദിസ് ഈസ് യുവർ ഫൈനൽ ഹാമിംഗ് കോഡ്. ഈ കോഡായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ എറർ ഡിറ്റക്ഷൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. നമുക്ക് ലെറ്റ് ദ റിസീവ്ഡ് ഡേറ്റ ബി 1, 0, 1, 0, 1, 1, 0, 1, 1, 1, 1, 0, 1, 0, 1. സോ ഫൈൻഡ് എറേഴ്സ് ഇഫ് എനി ആൻഡ് യു ക്യാൻ യൂസ് ഈവൻ പാരിറ്റി. അപ്പോൾ ഇത് 15-bit ഹാമിംഗ് കോഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൻ ഡേറ്റ ഇവിടെ എഴുതാം. 1, 0, 1, 0, 1, 1, 0, 1, 1, 1, 1, 0, സോറി ഇവിടെ ഒരു 1 ഉണ്ടല്ലോ. 1, 0, 1, 0, 1. ഇനി ഇതിൻ്റെ പൊസിഷൻ ദിസ് ഈസ് P1, ദിസ് ഈസ് P2, ദിസ് ഈസ് D3, ദിസ് ഈസ് P4, ദിസ് ഈസ് D5, D6, D7 ആൻഡ് ദിസ് ഈസ് P8 അല്ലേ? 8th പൊസിഷൻ പാരിറ്റിയാണ്. സോ D9, D10, D11, D12, D13, D14 and D15. Then നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ കോമ്പിനേഷൻസ് എടുക്കുക. പാരിറ്റി ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് എടുക്കുക. ഇപ്പോൾ P1ൻ്റെ കോമ്പിനേഷൻ നമുക്കറിയാം. P1 ഈസ് D3, D5, D7, D9, D11, D13 and D15. അപ്പോൾ ഇതിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂസ് നോക്കാം. P1 ഈസ് 1, D3 ഈസ് 1, D5 ഈസ് 1, D7 ഈസ് 0, D9 ഈസ് 1, D11 ഈസ് ഓൾസോ 1, D13 ഈസ് 1, D15 ഈസ് 1. അപ്പോൾ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് നോക്കുമ്പോൾ സോ 1, 2, 3, 4, 5, 6, 7. സോ 7 വൺസ് ആണ് വരുന്നത് അല്ലേ? നമ്പർ ഓഫ് വൺസ് ഈസ് 7. അപ്പോൾ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഈവൻ പാരിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൺസ് 7 ആണെങ്കിൽ ഈവൻ പാരിറ്റി ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്. സോ ദർ ഈസ് ആൻ എറർ. ഇത് നോട്ട് ചെയ്യാം. ദെൻ P2, നമുക്ക് P2 എടുക്കാം. P2ൻ്റെ കോമ്പിനേഷൻ എന്താണ്? D3, D6, D7, D10, D11, D14 ആൻഡ് D15. സോ വാല്യൂസ് നോട്ട് ചെയ്യാം. P2 0, D3 is 1, D6 is also 1, D7 is 0, D7 is 0, D10 is also 1 അല്ലേ? D10 is also 1, D11 is also 1, D14 it is 0, D14 is 0, D15 is 1. So number of ones കാൽക്കുലേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5. നമ്പർ ഓഫ് വൺസ് ഇവിടെ 5 ആണ്. ദാറ്റ് ഈസ് അഗെയിൻ
ഓഡ്, അത് ഓഡാണ് അല്ലേ. നമുക്ക് വേണ്ടത് ഈവൻ പാരിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഓഡ് പാരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. സോ അവിടെയും ദർ ഈസ് സം എറർ. ആ എറർ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. നൗ P4ൻ്റെ കോമ്പിനേഷൻ D5, D6, D7, D12, D13, D14 and D15. So P4ൻ്റെ വാല്യൂ P4 0 ആണല്ലോ. P4 is 0. D5 is 1. D6 is also 1. D7 is already 0. D12 is 0. D13 is 1. D14 is 0. D15 is 1. സോ ഇവിടെ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് എത്രയാണ്? 1 2 3 4. ദാറ്റ് ഈസ് ഈവൻ, ആൾറെഡി ഈവൻ പാരിറ്റി. അപ്പോൾ അവിടെ എറർ ഇല്ല, ദർ ഈസ് നോ എറർ. നൗ P8 ലാസ്റ്റ് പാരിറ്റി ബിറ്റ്. P8ൻ്റെ കോമ്പിനേഷൻ നോക്കുക. D9, D10, D11, D12, D13, D14 ആൻഡ് D15. സോ P8ൻ്റെ വാല്യൂ എന്താ? P8ൻ്റെ വാല്യൂ 1 ആണ്. സോ D9 is 1. D10 is also 1. D11 is also 1 അല്ലേ. D11 is also 1. D12 is 0. D13 is 1. D14 is 0. D15 is 1. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് ഈസ് 1 2 3 4 5 6. നമ്പർ ഓഫ് വൺസ് ഈസ് 6. സോ ഇറ്റ് ഈസ് ഈവൻ. സോ അവിടെയും എറർ ഒന്നും ഇല്ല. നൗ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പാരിറ്റി ബിറ്റ്സിനെ എഴുതുക. P8, P4, P2, P1. സോ P8 എടുക്കുക. P8 ദർ ഈസ് നോ എറർ അല്ലേ. P8ൻ്റെ കോമ്പിനേഷൻ ദർ ഈസ് നോ എറർ. അപ്പോൾ നമുക്കൊരു 0, P8ന് 0 യൂസ് ചെയ്യാം. 0. ആൻഡ് P4 ദർ ഈസ് നോ എറർ. സോ യു ക്യാൻ യൂസ് എ 0 ഫോർ P4. 0. ദിസ് ഈസ് ഫോർ P8, ദിസ് ഈസ് ഫോർ P4. നൗ P2 ഇറ്റ് ഹാസ് സം എറർ. ദിസ് കോമ്പിനേഷൻ ഹാസ് സം എറർ. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ 1 യൂസ് ചെയ്യണം. എറർ ഉണ്ടെങ്കിൽ 1 യൂസ് ചെയ്യണം. P1 അവിടെയും അതാണ് കേസ്, എറർ ഉണ്ട്. സോ 1 യൂസ് ചെയ്യാം. 0 0 1 1. ഇതിൻ്റെ ഡെസിമൽ വാല്യൂ ഈസ് 3. സോ 3 ഈസ് ദ ഡെസിമൽ വാല്യൂ. അപ്പോൾ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ദ തേർഡ് ബിറ്റ് ഫ്രം ലെഫ്റ്റ്. 3 എന്ന് പറയുമ്പോൾ തേർഡ് ബിറ്റ് ഫ്രം ലെഫ്റ്റ് ഈസ് ഇൻ എറർ. അതായത് ഇതാണ് നമ്മുടെ തേർഡ് ബിറ്റ്. സോ ദിസ് തേർഡ് ബിറ്റ് ഫ്രം ലെഫ്റ്റ് ഈസ് ഇൻ എറർ. ഈ ബിറ്റ് എററാണ്. അപ്പോൾ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡിറ്റക്റ്റ് എറർ ഇൻ ഹാമിംഗ് കോഡ്. ഇനി ഇത് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്യണമെങ്കിൽ സിംഗിൾ ബിറ്റ് എറർ ആണല്ലോ. ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യണം. കോംപ്ലിമെൻറ്റ് ചെയ്താൽ യു ക്യാൻ കറക്റ്റ് ദിസ് എറർ ആൾസോ. അപ്പോൾ ഹാമിംഗ് കോഡ് വളരെ എഫക്റ്റീവായിട്ട് ഈ സിംഗിൾ ബിറ്റ് എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാം, കറക്റ്റും ചെയ്യാം നമുക്ക്. സോ ദിസ് ഈസ് അബൌട്ട് 15 ബിറ്റ് ഹാമിംഗ് കോഡ്. നമ്മൾ 12 ബിറ്റ് ഹാമിംഗ് കോഡ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. 12 ബിറ്റ് ഹാമിംഗ് കോഡ്. അപ്പോൾ ഇവിടെ ഡേറ്റ ബിറ്റ്സ് 8 ബിറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 പാരിറ്റി ബിറ്റ്സ്. അപ്പോൾ ഇതാണ് ബിറ്റ് പൊസിഷൻ. 12 ബിറ്റ് ഹാമിംഗ് കോഡിൻ്റെ ബിറ്റ് പൊസിഷൻ. ബിറ്റ് പൊസിഷൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് കണ്ടോ, P1, P2, P4, P8 ഈ 4 പൊസിഷൻസും പാരിറ്റി ബിറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. റിമൈനിങ് ബിറ്റ്സ് ഡേറ്റ ബിറ്റ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഓരോ ബിറ്റിൻ്റെയും ഡിപ്പെൻഡൻസീസ് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഗിവൺ സം 8-bit ഡേറ്റ 0 1 0 1 1 0 1 1 അല്ലേ. ഗിവൺ 8-bit ഡേറ്റ. ഇതിൻ്റെ 12-bit ഹാമിംഗ് കോഡ് 12-bit ഹാമിംഗ് കോഡ് ജനറേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടത് 12-bit ഹാമിംഗ് കോഡാണ്. 12-bit ഹാമിംഗ് കോഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബിറ്റ് പാറ്റേൺ എന്താണെന്ന് അറിയാമല്ലോ. ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. P1 P2 D3 P4 D5 D6 D7 D8 D9 D10 D11 D12. സോ ഇറ്റ് ഈസ് 12-ൽ അവസാനിക്കുകയാണ്, ബിക്കോസ് ഇത് 12-bit ഹാമിംഗ് കോഡാണ്. അപ്പോൾ ഡേറ്റ ബിറ്റ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. D3 ഈസ് 0 ആൻഡ് ദിസ് ഈസ് P4 ആൻഡ് D5 ഈസ് 1 അല്ലേ. 0 1 0 1 1 0 1 1. സോ ഡേറ്റ ബിറ്റ്സ് യൂസ് ചെയ്യുക. എന്നിട്ട് പഴയതുപോലെ പാരിറ്റി ബിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. P1 P2
and P8 and P4. So P1, P2, P4, P8. അപ്പോൾ P1ൻ്റെ ഡിപ്പെൻഡൻസീസ് ബിറ്റ് ഡിപ്പെൻഡൻസീസ് ഏതൊക്കെയാണെന്ന് എഴുതുക, P2ൻ്റെയും ഡിപ്പെൻഡൻസീസ് എഴുതുക, P4, P8ൻ്റെ ഡിപ്പെൻഡൻസീസ് എഴുതുക, നമ്പർ ഓഫ് വൺസ് നോക്കുക. ഇവിടെ നമ്മൾ ഈവൻ പാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, ഈവൻ പാരിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ കോമ്പിനേഷൻ്റെയും നമ്പർ ഓഫ് വൺസ് നോക്കുക. ഓഡ് പാരിറ്റി ആണെങ്കിൽ P1ൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുക, ഈവൻ പാരിറ്റി തന്നെയാണെങ്കിൽ P1ൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പ്രീവിയസ് എക്സാമ്പിൾ പോലെ തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0, 0, 1, 1 ഇതായിരിക്കും ആൻസർ ലഭിക്കുന്നത്. സോ ആ വാല്യൂസ് ഇവിടെ യൂസ് ചെയ്യാം, P1, P2, P4 ആൻഡ് P8. സോ ദാറ്റ് വിൽ ഗിവ് യു ദ 12-bit ഹാമിംഗ് കോഡ്. ഇതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ റിസീവ് ചെയ്തിട്ട് എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതും ആ പ്രീവിയസ് മെത്തേഡ് പോലെ തന്നെയാണ്. അതിൽ 15-bit ഹാമിംഗ് കോഡ് പോലെ തന്നെയാണ്, വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. നമ്മൾ ഓരോ കോമ്പിനേഷനായിട്ട് എടുക്കുന്നു, ഓരോ കോമ്പിനേഷനിലും ഈവൻ പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഈവൻ പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ എറർ, അതർവൈസ് ദർ ഈസ് എ എറർ ഉണ്ടെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് പാരിറ്റി ബിറ്റ് നമ്മൾ 1 ആയിട്ടും എറർ ഇല്ലെങ്കിൽ പാരിറ്റി ബിറ്റ് 0 ആയിട്ട് യൂസ് ചെയ്യുന്നു. ആ കോമ്പിനേഷൻ്റെ ഡെസിമൽ വാല്യൂ എടുക്കുന്നു. ദാറ്റ് വിൽ ഗിവ് യു ദ bit position which has some error. See, 1 second. So listen, ഇപ്പോൾ നമ്മൾ ന്യൂമറിക് കോഡ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആൽഫ ന്യൂമറിക് കോഡ്സ്, അതായത് കോഡ്സ് വിച്ച് പ്രൊവൈഡ് കോഡിംഗ് ഫോർ ബോത്ത് നമ്പേഴ്സ് ആസ് വെൽ ആസ് ക്യാരക്ടേഴ്സ് ഓർ ലെറ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് കോഡ് ഈസ് ആസ്കി കോഡ്. ആസ്കി ഈസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. സോ ഇത് മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ്, ആൽഫ ന്യൂമറിക് കോഡാണ് ആസ്കി. ആൻഡ് ഇതൊരു 7-bit കോഡാണ്. ഈ കോഡ് ലെന്ത് 7-bit ആണ്. അപ്പോൾ 7-bit നമുക്ക് 2⁻7 അതായത് 128 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. നമുക്ക് 128 കോമ്പിനേഷൻസ് പോസിബിൾ ആണ് അല്ലേ. ഒരു 7-bit ബൈനറി സ്ട്രീം ആകുമ്പോൾ 2⁻7 128 കോമ്പിനേഷൻസ് ഡിഫറെൻറ്റ് പാറ്റേൺസ് പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പാറ്റേണിനും ഓരോ ക്യാരക്ടർ വീതം ടോട്ടൽ യു ക്യാൻ എൻകോഡ് 128 ക്യാരക്ടേഴ്സ്. 128ഓളം ക്യാരക്ടേഴ്സിന് നമുക്ക് കോഡിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഈ 7-bit കോഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആസ്കി കോഡിൽ ഔട്ട് ഓഫ് 128 95 ഗ്രാഫിക് പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടും 33 നോൺ പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ റിസർവ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് സാമ്പിൾ നോക്കാം. അപ്പോൾ ആസ്കിയിൽ അപ്പാർട്ട് ഫ്രം നമ്പേഴ്സ്, ഡെസിമൽ നമ്പേഴ്സിന് മാത്രമല്ല ലെറ്റേഴ്സ്, ലോവർ കേസ് ആസ് വെൽ ആസ് അപ്പർ കേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇവയ്ക്ക് എല്ലാത്തിനും 7-bit കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആസ്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ചാർട്ട് നോക്കാം. സോ ആസ്കി കോഡ് നമ്മൾ പറഞ്ഞല്ലോ, ടോട്ടൽ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് കോഡ് ഫോർ നിയർലി അബൌട്ട് 128 ക്യാരക്ടേഴ്സ്, കാരണം 7-bit കോഡ് ആയതുകൊണ്ട്. അപ്പോൾ അവിടെ 95 ഗ്രാഫിക് കോഡ്സ്. അപ്പോൾ ഈ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം ഗീവ്സ് ദ ആസ്കി കോഡ്. ആസ്കി കോഡിൻ്റെ MSB ആണിത്. ഈ റോ കാണിക്കുന്നത് MSB ബിറ്റാണ്, ഈ കോളം കാണിക്കുന്നത് LSB ബിറ്റ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ക്യാരക്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് 95 ഗ്രാഫിക് കോഡ്സ് ആണ്. ഗ്രാഫിക് കോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിൻ്റബിൾ കോഡ്സ്, ഇപ്പോൾ A, B, C, D, അതായത് അപ്പർ കേസ് ലെറ്റേഴ്സ്, ലോവർ കേസ് ലെറ്റേഴ്സ്, പിന്നെ ഈ ആൻഡ് സിമ്പിൾ, പെർസെൻറ്റേജ് സിമ്പിൾ, ഡോളർ സിമ്പിൾ, പ്ലസ് മൈനസ് എക്സെട്ര, ബ്രാക്കറ്റ്സ് എക്സെട്ര. ഓൾ ദീസ് തിങ്സ് കംസ് അണ്ടർ ദ ഗ്രാഫിക് കോഡ്. 95 ഗ്രാഫിക് കോഡ്സ് ആണ് ഇതിന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഈ ചാർട്ടിൽ നിന്നും നമുക്ക് നമ്മുടെ ആസ്കി കോഡ് ഡിഡക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എയുടെ ആസ്കി കോഡ് വേണം. എയുടെ ആസ്കി കോഡ് വേണമെങ്കിൽ കറസ്പോണ്ടിങ് റോ നോക്കുക, ദാറ്റ് ഈസ് 100, ആൻഡ് കറസ്പോണ്ടിങ് കോളം നോക്കുക 0001. അപ്പോൾ ഈ 100 ഈസ് ദ MSB. അപ്പോൾ എയുടെ ആസ്കി കോഡ് എന്ന് പറയുന്നത് 100, ദാറ്റ് ഈസ് ദ MSB ബിറ്റ്, ആൻഡ് ദ LSB ബിറ്റ് 0001. 0001. സോ ക്യാപിറ്റൽ എ അതിൻ്റെ ആസ്കി കോഡ് എന്ന് പറയുന്നത് 1000001. സോ അതുപോലെ തന്നെ ഇപ്പോൾ ആൻഡ് സിമ്പിൾ,
ആൻഡ് സിമ്പലിൻ്റെ ആസ്കി കോഡ് എന്ന് പറയുന്നത് MSB ഈസ് 010 അല്ലേ, MSB ഈസ് 010 ആൻഡ് LSB ഈ ബിറ്റ് എടുക്കുക, LSB ഈസ് 0110. സോ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച 7-bit ആസ്കി കോഡ് 1 2 3 4 5 6 7. സോ 95 ഗ്രാഫിക്സ് ക്യാരക്ടർ ആൻഡ് 33 കൺട്രോൾ കോഡ്സ്. ഗ്രാഫിക് ക്യാരക്ടേഴ്സ് മാത്രമല്ല, കൺട്രോൾ കോഡ്സ് എന്ന് പറയുമ്പോൾ നൾ, നമ്മൾ ഫെമിലറൈസ് ആയ കുറേ ക്യാരക്ടേഴ്സ് ഞാൻ പറയാം. നൾ, പിന്നെ സബ്, ENQ, ബെൽ, അപ്പോൾ ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിയർലി അബൌട്ട് 33 കൺട്രോൾ കോഡ്സിനും ആസ്കി കോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നള്ളാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി കോഡ് എന്ന് പറയുന്നത് 0 0 0 ആൻഡ് 0 0 0 0. സോ അഗെയിൻ ഈ റോ MSB ആണ്, ഈ കോളം LSB ആണ്. ആൽഫബറ്റിക്കൽ, ഇവിടെ ആൽഫബറ്റിക്കൽ കോഡ്സ് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ആൽഫബറ്റിക്കൽ എന്ന് പറയുമ്പോൾ യു ഹാവ് അപ്പർ കേസും ഉണ്ട് ആസ് വെൽ ആസ് ലോവർ കേസും അവൈലബിൾ ആണ്. ഇത് ന്യൂമറിക് കോഡ്സ്, നമ്മുടെ ഡെസിമൽ ഡിജിറ്റ്സിനും നമുക്ക് ആസ്കി വാല്യൂ ഈ ചാർട്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. അതുപോലെ other special symbols like punctuations, brackets, addition symbol, and symbol, etc. All these symbols can give you ASCII. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ നോൺ പ്രിൻ്റബിൾ ക്യാരക്ടേഴ്സ്. നമ്മുടെ ഈ 33 കൺട്രോൾ കോഡ്സിൻ്റെ ആസ്കി കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആസ്കി കോഡ്സിൻ്റെ ഒരു അബ്രിവേഷനാണ്. സോ ACK അത് അക്നോളജ് സിഗ്നൽ, പിന്നെ NAK ഈസ് നെഗറ്റീവ് അക്നോളജ്, സ്റ്റാർട്ട് ടെക്സ്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട്, എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ബ്ലോക്ക്. ആ കൺട്രോൾ കോഡ്സിൻ്റെ ഒരു എക്സ്പാൻഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. CAN അതായത് ക്യാൻസൽ, ബാക്ക് സ്പേസ് ഒക്കെ നമ്മൾ വളരെ ഫെമിലിയർ ആണല്ലോ. സോ ദീസ് ആർ ദി ആസ്കി കോഡ്സ്. അപ്പോൾ ആസ്കി കോഡ്സ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, ഇറ്റ് ഈസ് എ 7-bit കോഡ് which provides code for nearly about 128 characters. അതായത് 95 ഗ്രാഫിക് ക്യാരക്ടേഴ്സിനും 33 നോൺ പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സിനും. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് മാത്രമല്ല, ലോവർ കേസ് അപ്പർ കേസ് ലെറ്റേഴ്സ് മാത്രമല്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആസ് വെൽ ആസ് നമ്മുടെ നോൺ പ്രിൻറ്റബിൾ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ 128 ക്യാരക്ടേഴ്സിൻ്റെ കോഡ് ആസ്കി കോഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ കൺവേർട്ട് YOU ടു ഡെസിമൽ, ഹെക്സ് ആൻഡ് ബൈനറി. അപ്പോൾ YOU, ഇതിൽ Y ക്യാപിറ്റലാണ്, Oയും Uവും സ്മോൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ Yയുടെ ആസ്കി എടുക്കുക. ദിസ് ഈസ് ഇൻ ബൈനറി. Yയുടെ ആസ്കി എടുക്കുക. Yയുടെ ആസ്കി എങ്ങനെ എടുക്കുന്നത്? ഇവിടെ നോക്കുക, ഈ ചാർട്ടിലോട്ട് വരിക. ദിസ് ഈസ് Y, ഇതല്ലേ Y. സോ Yയുടെ MSB ബിറ്റ്, അഗെയിൻ ദിസ് ഈസ് MSB ആൻഡ് ഹിയർ LSB, താഴോട്ട് LSB. അപ്പോൾ ക്യാപിറ്റൽ Yയുടെ MSB എടുക്കുമ്പോൾ it is 101 and LSB is it ഇതല്ലേ Yയുടെ LSB 1001. So 101 that is in binary. അപ്പോൾ ബൈനറി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെസിമലിലോട്ടോ ഹെക്സിലോട്ടോ കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി കൺവേർഷൻ മെത്തേഡ്സിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ വാല്യൂ ഈസ് 89 to the base 10 and hex value is 59 to the base 16. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ ഹെക്സ് ഓർ ബൈനറി ഓർ ഓക്ടൽ വാല്യൂസ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ബൈനറി വാല്യൂ ആദ്യം എടുക്കുക. ബൈനറി വാല്യൂ നമുക്ക് കാണിച്ചു തന്ന ഈ ചാർട്ടിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് എടുക്കാം. സോ ബൈനറി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെസിമലിലോട്ടോ ഹെക്സാ ഡെസിമലിലോട്ടോ അല്ലെങ്കിൽ ഓക്ടലിലോട്ടോ കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ O എന്ന് പറയുമ്പോൾ ഇത് സ്മോൾ O ആണ്, ക്യാപിറ്റൽ O അല്ല. അപ്പോൾ സ്മോൾ O നോക്കുക. ദിസ് ഈസ് സ്മോൾ O, ദിസ് ഈസ് സ്മോൾ O. അപ്പോൾ ഇതിൻ്റെ ആസ്കി കോഡ്, കറസ്പോണ്ടിങ് ആസ്കി കോഡ്. സോ ദിസ് ഈസ് MSB ബിറ്റ് 110 ആൻഡ് അതിൻ്റെ LSB ബിറ്റ് നോക്കുക 1111. So this is the ASCII code for the small letter O in binary. അല്ലേ 1101111. അപ്പോൾ ഇത് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെക്സിലോട്ട്
ബൈനറിയിൽ നിന്നും തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഹെക്സിലോട്ടും കൺവേർട്ട് ചെയ്യാം അല്ലേ. കൺവേർഷൻ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ 4 ബിറ്റ്സ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു വാല്യൂ ആണെങ്കിൽ 1101111 ഇതെങ്ങനെയാണ് ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഈ പോയിന്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് 4 ബിറ്റ്സ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും അല്ലേ. 4 ബിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ 0 ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് 1111 കറസ്പോണ്ടിങ് ഹെക്സ് വാല്യൂ എന്താണ്? എഫ് ആണ്. 111115 ആണ് ഡെസിമലിൽ. സോ ഇറ്റ് ഈസ് എഫ്. 01106. സോ 6F ഇൻ ഹെക്സ്. അപ്പോൾ അതുപോലെ യു വാല്യൂ ഓൾസോ ഇതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്മോൾ യുവിൻ്റെ MSB 111, LSB 0101. That is given here 1110101. അപ്പോൾ കൺവേർഷൻ ആസ്കി ടു ബൈനറി ഓർ ഡെസിമൽ അല്ലെങ്കിൽ വേറെ ഏതൊരു ബേസിലേക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ ദിസ് ഈസ് അബൌട്ട് ആസ്കി കോഡ്സ്. ഇപ്പോൾ 7 ബിറ്റ് കോഡാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇപ്പോൾ നെക്സ്റ്റ് ആൽഫ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുന്നത് എഫ്സിഡിക് കോഡ്സ് ആണ്. EBCDIC എഫ്സിഡിക് കോഡ്സ്, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച്. എഫ്സിഡിക് സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച്. ആൻഡ് ഇതൊരു 8 ബിറ്റ് കോഡാണ്. നമ്മുടെ ആസ്കി 7 ബിറ്റ് ആയിരുന്നു, ഇവിടെ 8 ബിറ്റ് ആണ്. അപ്പോൾ 8 ബിറ്റ് ആകുമ്പോൾ 2⁸ 256. സോ നമുക്ക് 256 കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ 256 പാറ്റേൺസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം 256 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് കോഡ് ചെയ്യാം യൂസിങ് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച്. അപ്പോൾ അവിടെ 7 പ്രീവിയസ് ആസ്കി അപ്പോൾ 1 ബിറ്റ് ആയിരുന്നു. അപ്പോൾ 128 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ബിറ്റ് പാറ്റേൺസ്. ഇവിടെ 256 ബിറ്റ് പാറ്റേൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ആസ്കിയിൽ അവൈലബിളായ എല്ലാ സിമ്പിൾസിൻ്റെയും കോഡ് ഇവിടെയും അവൈലബിൾ ആണ്. പ്ലസ് സം എക്സ്ട്രാ സിമ്പിൾസും എക്സ്റ്റെൻസിമൽ കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ചിൽ അവൈലബിൾ ആണ്. കാരണം ഇവിടെ മോർ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സിമ്പിൾസിന് കോഡിങ് ചെയ്യാം. സോ ഇത് FCD കോഡ്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെയും പഴയതുപോലെ തന്നെ നമ്മളവിടെ പറഞ്ഞതുപോലെ തന്നെ അപ്പർ കേസ് ലെറ്റർ, ലോവർ കേസ് ലെറ്റേഴ്സ്, പ്രിൻ്റബിൾ ക്യാരക്ടേഴ്സ്, നോൺ പ്രിൻ്റബിൾ ക്യാരക്ടേഴ്സ്, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ്, ഡെസിമൽ നമ്പേഴ്സ് അല്ലേ, 0 1 2 3 4 എക്സെട്ര ഡെസിമൽ നമ്പേഴ്സ്. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെ കറസ്പോണ്ടിങ് FCD കോഡ് അവൈലബിൾ ആണ്. ആൻഡ് ദിസ് ഈസ് MSB ഫസ്റ്റ് റോ. ഈ ഫസ്റ്റ് റോ ആണ് MSB വാല്യൂ. ഈ കോളം ഫസ്റ്റ് കോളമാണ് അതിൻ്റെ LSB കോഡ് വാല്യൂ. ഇവിടെ ഹെക്സിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ കോഡ് തന്നിരിക്കുന്നത് ഹെക്സിലാണ്. നമുക്ക് വേണമെങ്കിൽ ബൈനറി തന്നെ റിപ്രസെൻറ്റ് ചെയ്യാം. BCD ബൈനറി കോഡഡ് ഡെസിമൽ ആയിട്ടായിരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. BCD റിപ്രസെൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഹെക്സ് വാല്യൂ വേണമെങ്കിൽ കറസ്പോണ്ടിങ് BCD വാല്യൂസായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാം. അതായത് 0ക്ക് പകരം 0000, 0001, 0010, 0011 എക്സെട്ര ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ കൂടുതൽ കോമ്പിനേഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ കണ്ടോ 16 കോളംസ് ആസ് വെൽ ആസ് 16 റോസ് അവൈലബിൾ ആണ്. അപ്പോൾ 16 × 16 എന്ന് പറയുമ്പോൾ 256 പോസിബിൾ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. 256 കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. 256 സിമ്പിൾസ് വരെ വേണമെങ്കിൽ ഇവിടെ കോഡായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറേ കോമ്പിനേഷൻസ് നോട്ട് യൂസ്ഡ് ആണ് അല്ലേ. ഈ കോമ്പിനേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ കോഡിംഗ് എടുക്കുന്നത് പഴയതുപോലെ തന്നെ. ഇപ്പോൾ എയുടെ കോഡ് ക്യാപിറ്റൽ എയുടെ FCയുടെ കോഡ് വേണമെങ്കിൽ, സോ ദിസ് ഈസ് ദ MSB ബിറ്റ്, അതായത് C, ആൻഡ് ദ LSB ബിറ്റ് ഈസ് 1, C1 ഇൻ ഹെക്സിലാണ് തന്നിരിക്കുന്നത് കോഡ്. അപ്പോൾ വേണമെങ്കിൽ ഇത് ബൈനറി തന്നെ റിപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ C എന്ന് പറയുമ്പോൾ 12 ആണ് അല്ലേ. C എന്ന് പറയുമ്പോൾ 12 ആണ്. ദാറ്റ് ഈസ് 1100. ആൻഡ് വാട്ട് ഈസ് 1? 1 ഈസ് 0001 ഇൻ ബൈനറി. അപ്പോൾ ഇങ്ങനെ ഏതൊരു ക്യാരക്ടർ, സ്പെഷ്യൽ ആണെങ്കിലും പ്രിൻ്റബിൾ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നോൺ പ്രിൻ്റബിൾ ക്യാരക്ടേഴ്സ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് FCD കോഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ്കി കോഡ്സ് തന്നെയാണ്. FCD കോഡ്സ് അധികം നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ചാർട്ട് കൂടെ ഉണ്ട്. എക്സാമ്പിൾ ചാർട്ട്. സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതിൻ്റെ കറസ്പോണ്ടിങ് FCD കോഡ്സ് ആണ്. ആൽഫബറ്റിക്കിൻ്റെ കറസ്പോണ്ടിങ് FCD കോഡ്സ് നമ്മളിവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം കോഡ്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ
എയുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ 1 1 0 0 0 0 0 1. സോ അത് തന്നെയാണ് ഇവിടെ 1 1 0 0 0 0 0 1. ആൻഡ് ഫ്രം FCD കോഡ്സ് ടു ഏതൊരു ബേസിലോട്ട് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഹെക്സിലോട്ടോ ബൈനറിലോട്ടോ കൺവേർട്ട് ചെയ്തിട്ട് ഫ്രം ദാറ്റ് ബേസ് യു ക്യാൻ കൺവേർട്ട് ടു എനി അതർ ബേസ്. അപ്പോൾ ബൈനറി കോഡ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ കുറേ പ്രീവിയസ് വീഡിയോസിലൂടെ ബോത്ത് ടൈപ്സ് ഓഫ് കോഡ്സ്, അതായത് ന്യൂമറിക് കോഡ്സ്, ആൽഫ ന്യൂമറിക് കോഡ്സ് നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു. ന്യൂമറിക് കോഡ്സിൻ്റെ BCD കോഡ്, ഗ്രേ കോഡ്, XS3 കോഡ്, പിന്നെ എറർ കറക്ഷൻ കോഡ്സ്, അതായത് പാരിറ്റി കോഡ്, ഹാമിംഗ് കോഡ്, ഇത്രയും ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആൽഫ ന്യൂമറിക് കോഡ്സായ ASCII FCDക്കും നമ്മൾ ഡിസ്കഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. താങ്ക് യു.